ഹായ്, വെൽക്കം ബാക്ക് ടു TMS. കുറേ നാളുകൾക്ക് ശേഷം അങ്ങനെ നമ്മുടെ ക്ലാസ്സുകൾ ഓൺലൈനിൽ പുനരാരംഭിക്കുകയാണ്. നമുക്കറിയാം, കോവിഡ് എന്ന മഹാമാരിയുടെ ഒന്നാം തരംഗത്തിൽ നമ്മൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ. കേട്ട് പരിചയം പോലുമില്ലാത്ത നിരവധി വാക്കുകളും പ്രോട്ടോക്കോളുകളും നമ്മൾ അറിഞ്ഞു, മനസ്സിലാക്കി, പ്രാവർത്തികമാക്കി. അപ്പോഴൊക്കെയും കോവിഡ് ഇത്രയും തീവ്രമല്ലാത്ത ഒരു പുതുമുഖം മാത്രമായിരുന്നു നമുക്കെല്ലാവർക്കും. തെല്ലുപേടിയോടെ നമ്മളതിനെ അഭിമുഖീകരിച്ചു. പരിചയം കൂടിയതോടെ ആ പേടിയും പമ്പ് കടന്നു. അതൊരു ശുഭസൂചനയെ കണ്ട് ഇന്ന് കോവിഡ് അതിൻ്റെ ഒന്നിനേക്കാൾ തീവ്രമായ രണ്ടാം വരവിൽ സംഹാര താണ്ഡവമാടുകയാണ്. മുൻപുണ്ടായിരുന്ന അതേ പേടിയോടെ, അതേ കരുതലോടെ ഈ രണ്ടാം വരവിനെയും നമ്മൾ നേരിടണമെന്ന് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. അനാവശ്യമായ ഒന്നിനും ദയവായി നിങ്ങൾ പുറത്തിറങ്ങരുത്. ഇറങ്ങേണ്ട അവസരത്തിൽ നിർബന്ധമായും മാസ്ക് ധരിക്കുക. മുൻപ് പറഞ്ഞതുപോലെ കൈകൾ സോപ്പ് ഉപയോഗിച്ച് 20 സെക്കൻഡ് കഴുകുക. അങ്ങനെ പറ്റാത്ത അവസരങ്ങളിൽ 60% മുകളിൽ വീര്യമുള്ള ആൽക്കഹോൾ അടങ്ങിയ സാനിറ്റൈസർ ഉപയോഗിച്ച് കൈകൾ ശുചിയാക്കുക. അനാവശ്യമായി കൈകൾ കൊണ്ട് മുഖം, വായ, കണ്ണുകൾ എന്നിവിടങ്ങളിൽ ഇടയ്ക്കിടെ സ്പർശിക്കാതിരിക്കുക. ഇതെല്ലാം പ്രാഥമിക മുൻകരുതലാണെങ്കിലും ഈ തീവ്ര രണ്ടാം വരവിൽ ഇനിയും നമ്മൾ കുറേയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഒരു കാരണവശാലും അടച്ചിട്ട വായു സഞ്ചാരമില്ലാത്ത മുറികളിൽ വളരെയധികം നേരം നിങ്ങൾ നിൽക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. പുറത്തു പോകേണ്ടി വരുന്ന അവസ്ഥകളിൽ N95 മാസ്ക് ധരിക്കാൻ ശ്രമിക്കുക. അത് ലഭ്യമല്ലാത്ത അവസരങ്ങളിൽ ഒരു സർജിക്കൽ മാസ്ക് ധരിക്കുക. അതും മുഖവുമായി നന്നായി ചേർന്നിരിക്കും വിധമാണ് ധരിക്കേണ്ടത്. ധരിക്കേണ്ട വിധമൊക്കെ എല്ലാവർക്കും നന്നായി അറിയാം. അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യങ്ങളൊന്നും തന്നെയില്ല. തുടർന്ന് ഒരു ക്ലോത്ത് മാസ്ക് അതിന് മുകളിലായി ധരിക്കുക. 85%-ലധികം സംരക്ഷണം തരാൻ ഇതിന് കഴിയും. ഓർക്കുക, നമ്മുടെ രോഗപ്രതിരോധ ശേഷിയും വൈറസ് ലോഡുമാണ് രോഗം എത്രമാത്രം മൂർച്ഛിക്കണം എന്ന് നിശ്ചയിക്കുന്നത്. കഴിയുന്നതും സമ്പർക്കം കുറയ്ക്കുക എന്ന് മാത്രം നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ക്ലാസ്സുകളിലേക്ക് കടക്കാം. കഴിഞ്ഞ തവണ നമ്മൾ ഇംഗ്ലീഷ് മീഡിയം വേറെ, മലയാളം മീഡിയം വേറെ എന്നുള്ള പ്രത്യേകം രീതിയിലുള്ള ക്ലാസ്സുകളാണ് തന്നിരുന്നത്. അപ്പോൾ അതിൽ നിന്നും അല്പം വ്യത്യസ്തമായി മറ്റൊരു പരീക്ഷണം നടത്തുകയാണ്. അപ്പോൾ ഇതിൽ ഒരു കമ്പൈൻ ക്ലാസ് പോലെ മലയാളവും ഇംഗ്ലീഷും ഒരുമിച്ച് ഒറ്റ വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്നാണ് ആലോചിക്കുന്നത്. ആദ്യത്തെ ഈ വീഡിയോ ക്ലാസ് കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് പോവാം. നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ അറിവിൻ്റെ വാതായനങ്ങൾ അഥവാ വിൻഡോസ് ഓഫ് നോളജ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ പ്രതിപാദിക്കുന്നത് തീർച്ചയായും നിങ്ങൾ കാര്യങ്ങൾ എങ്ങനെ മനസ്സിലാക്കുന്നു, നിങ്ങളുടെ ചുറ്റുപാടുകളെ നിങ്ങൾ എങ്ങനെ തിരിച്ചറിയുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള വിവരങ്ങളാണ് നിങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആ ടെക്സ്റ്റിൽ ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു പാസേജ്, ഒരു പത്ര വാർത്തയുണ്ട്. അത് ജസ്റ്റ് ഒന്ന് വായിക്കാം. എർത്ത്ക്വേക്ക് വിക്ടിംസ് റെസ്ക്യൂഡ്, കാഠ്മണ്ഡു. Rescued victims who got trapped in the collapsed building due to an earthquake in the eastern region of Kathmandu, the capital of Nepal. The rescue operation was difficult due to heavy rain and insufficient light. Specially trained dogs helped to detect the victims and save their lives during this crisis. അപ്പോൾ പത്രവാർത്ത നോക്കുകയാണെങ്കിൽ നമുക്കതിനൊന്ന് മലയാളത്തിലൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. കാഠ്മണ്ഡു, നേപ്പാൾ തലസ്ഥാനമായ കാഠ്മണ്ഡുവിൻ്റെ കിഴക്കൻ മേഖലയിലുണ്ടായ ഭൂകമ്പത്തെ തുടർന്ന് കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടന്നവരെ രക്ഷപ്പെടുത്തി. ശക്തമായ മഴയും വെളിച്ചക്കുറവും മൂലം രക്ഷാപ്രവർത്തനം ദുഷ്കരമായ സാഹചര്യത്തിൽ പ്രത്യേകം പരിശീലനം നേടിയ നായ്ക്കളാണ് അപകടത്തിൽപ്പെട്ടവരെ വളരെ വേഗത്തിൽ കണ്ടെത്താൻ വേണ്ടി ജീവൻ രക്ഷാപ്രവർത്തകർക്ക് തുണയായത്. ഇതേപോലുള്ള പത്രവാർത്തകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സോ ഡിഡ് യു നോട്ടീസ് ദിസ് ന്യൂസ്? Why are dogs more capable than human beings in tracking the injured in such circumstances? Discuss. The number of receptors in the sense organs is different in different organisms. The surface of the postage stamp is enough to arrange all the olfactory cells in the nose of a human being. But a larger scarf is required to arrange the olfactory cells of a dog. Now, you might have understood that the number of receptors influences the efficiency of sense organs. There are different types of receptors in our sense organs to receive the stimuli. അപ്പോൾ ഈ പത്രവാർത്തയിൽ പറയുന്ന പോലെ ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ അപകടത്തിൽപ്പെട്ടവരെ കണ്ടെത്താനുള്ള കഴിവ് മനുഷ്യരെക്കാൾ നായ്ക്കൾക്ക് വളരെയധികമുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് ചർച്ച ചെയ്ത് കണ്ടെത്താം. അപ്പോൾ നമുക്ക് അറിയാം, ജ്ഞാനേന്ദ്രിയങ്ങളിലെ ഗ്രാഹികളുടെ എണ്ണം ഓരോ ജീവിയിലും വ്യത്യസ്തമായിരിക്കും. മനുഷ്യൻ്റെ മൂക്കിലെ ഗന്ധഗ്രാഹികളുടെ ആകെ എണ്ണം
അത് ഒരു പോസ്റ്റൽ സ്റ്റാമ്പിൻ്റെ പ്രതലം മതിയാവും അതെല്ലാം കൂടി നിരത്തി വെച്ച് കഴിഞ്ഞാൽ തന്നെ. അപ്പോൾ ഒരു നായയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നായയുടെ ഗന്ധഗ്രാഹി കോശങ്ങൾ ക്രമീകരിക്കുന്നതിന് ഒരു തൂവാല തന്നെ വേണ്ടി വരും. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം മനുഷ്യൻ്റെ ഗന്ധഗ്രാഹികളുടെ ആകെ വലിപ്പവും അല്ലെങ്കിൽ ആകെ എണ്ണവും നായയുടെ ഗന്ധഗ്രാഹികളുടെ ആകെ എണ്ണവും. സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഗന്ധം എന്ന് പറയുന്ന ആ ഒരു അനുഭവം മനുഷ്യനേക്കാൾ വളരെയധികം അല്ലെങ്കിൽ എത്രയോ മടങ്ങ് അധികമായി ലഭിക്കുന്ന ഒരു ജീവിയാണ് നായ. അപ്പോൾ നേരത്തെ നമ്മൾ നിഷ്കർഷിച്ച അല്ലെങ്കിൽ നേരത്തെ പ്രതിപാദിച്ച ആ ഒരു സാഹചര്യത്തിൽ മനുഷ്യനേക്കാൾ വളരെയധികം വളരെ പെട്ടെന്ന് ആൾക്കാരെ കണ്ടെത്താനും അല്ലെങ്കിൽ അപകടാവസ്ഥയിലുള്ളവരെ തിരിച്ചറിയാനും ഒക്കെ നായയുടെ സഹായം എന്തുകൊണ്ട് തേടി എന്നുള്ളതിൻ്റെ ഒരു ഉത്തരം നമുക്കിതിൽ നിന്ന് ലഭ്യമാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ജ്ഞാനേന്ദ്രിയങ്ങളെ പറ്റി അല്ലെങ്കിൽ സെൻസ് ഓർഗൻസിനെ പറ്റിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ എന്താണ് സ്റ്റിമുലൈ അല്ലെങ്കിൽ എന്താണ് ഉദ്ദീപനമെന്നും അതിനെ സ്വീകരിക്കുന്ന റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഗ്രാഹികൾ എന്താണ് എന്നുള്ളതിനെ പറ്റിയൊക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ മനസ്സിലാക്കിയതാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമുക്ക് അതിന് വേണ്ടി അല്ലെങ്കിൽ ഉദ്ദീപനങ്ങളെ സ്വീകരിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളെ മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മുടെ ശരീരത്തിലുള്ള പ്രത്യേക ചില അവയവങ്ങൾ, ഇത്തരം അവയവങ്ങളെയാണ് നമ്മൾ ഇന്ദ്രിയങ്ങൾ അല്ലെങ്കിൽ സെൻസ് ഓർഗൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സെൻസ് ഓർഗനുകളെ പറ്റിയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ മനസ്സിലാക്കാൻ പോകുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ വസ്തുക്കളെ കണ്ടാണ് തിരിച്ചറിയുന്നത് എന്നുള്ളത് കൊണ്ട് അല്ലെങ്കിൽ കാഴ്ചയുടെ പ്രാധാന്യം അത്രത്തോളം ഉണ്ട് എന്നുള്ളത് കൊണ്ട് ആദ്യത്തെ സെൻസ് ഓർഗൻ അല്ലെങ്കിൽ ജ്ഞാനേന്ദ്രിയമായിട്ട് നമ്മൾ പഠിക്കുന്നത് ഐ അഥവാ കണ്ണാണ്. Before learning about each of the sense organs, we have to check out a table below that shows the sense organs and the receptors on them and the stimulus that are affecting the receptors. The eye has photoreceptors and the stimulus is light. The ear has audio receptors and the stimulus is sound. The tongue has taste receptors and it identifies the taste. Skin has various receptors like touch, pressure, heat, etc. and they senses touch, heat, pressure, cold, pain, etc. Nose contains olfactory receptors and it identifies various smells. കണ്ണിൽ പ്രകാശഗ്രാഹികൾ അടങ്ങിയിരിക്കുന്നു, അവ പ്രകാശത്താൽ ഉദ്ദീപിക്കപ്പെടുന്നു. ചെവിയിൽ ശബ്ദഗ്രാഹികളാണ് അടങ്ങിയിരിക്കുന്നത്, അവ ശബ്ദത്തിനാൽ ഉദ്ദീപിക്കപ്പെടുന്നു. നാവിൽ നിരവധി സ്വാദുഗ്രാഹികൾ അടങ്ങിയിട്ടുണ്ട്, അവ സ്വാദ് തിരിച്ചറിയാൻ സഹായിക്കുന്നു. ത്വക്കിലും നിരവധി ഗ്രാഹികൾ അടങ്ങിയിട്ടുണ്ട്, അവ സ്പർശം, മർദ്ദം, താപം, വേദന തുടങ്ങിയവയെല്ലാം തിരിച്ചറിയുന്നു. മൂക്കിൽ ഗന്ധഗ്രാഹികൾ അടങ്ങിയിട്ടുണ്ട്, അവ ഗന്ധത്തെ തിരിച്ചറിയാൻ സഹായിക്കുന്നു. ഇനി നമുക്ക് ഓരോ സെൻസ് ഓർഗനുകളെ പറ്റിയും പഠിക്കാം. Eye is the major sense organ that helps the brain to evoke the sensations. How are the eyes protected? Discuss it and fill the blanks. So, ഇന്ദ്രിയാനുഭവങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ മസ്തിഷ്കത്തെ സഹായിക്കുന്ന പ്രധാന ഇന്ദ്രിയമാണ് കണ്ണ്. കണ്ണുകൾ എങ്ങനെയെല്ലാമാണ് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ചർച്ച ചെയ്ത് വിട്ടുപോയ ഭാഗങ്ങൾ പൂരിപ്പിക്കുക എന്ന ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഏറ്റവും കൂടുതൽ ഇന്ദ്രിയാനുഭവങ്ങൾ ഉണ്ടാകുന്നത് കണ്ണ് മുഖാന്തരമാണ്. കണ്ണ് അല്ലെങ്കിൽ നമ്മൾ കണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചുറ്റുപാടുകളെ ഏറ്റവും ആദ്യമായി നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, കുറേ ആൾക്കാർക്ക് കാഴ്ചയില്ലാത്ത ആൾക്കാരുണ്ടാവും, നമ്മൾ അതെല്ലാം എക്സെപ്ഷൻസ് ആണ്. നമ്മൾ അതിലേക്ക് പിന്നീട് നമുക്ക് സംസാരിക്കാം. എല്ലാ കഴിവുകളുമുള്ള പൂർണ്ണ ആരോഗ്യവാനായ ഒരു വ്യക്തി ചുറ്റുപാടുകളെ തീർച്ചയായും തിരിച്ചറിയുന്നത് കണ്ണ് തന്നെയാണ്. അപ്പോൾ കണ്ണാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇന്ദ്രിയമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കണ്ണുകൾ എങ്ങനെയെല്ലാം, ഹൗ ആർ ദ ഐസ് പ്രൊട്ടക്റ്റഡ്, എങ്ങനെയെല്ലാമാണ് കണ്ണുകൾ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് നമ്മളോട് ആദ്യത്തെ ചോദ്യമായി ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് കണ്ണുകൾ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നതെന്ന്. നേത്രഗോളങ്ങൾ നേത്രകോടരം എന്ന തലയോട്ടിയിലെ കുഴികളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബാഹ്യ കൺപേശികൾ കണ്ണുകളെ നേത്രകോടരത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നു. പുരികം വിയർപ്പും മഴയും മൂലമുള്ള ഈർപ്പം തടയുന്നു. കൺപീലികൾ വായുവിലൂടെ കണ്ണിലേക്കെത്തുന്ന പൊടിപടലങ്ങളും അഴുക്കും മറ്റും തടയുന്നു. കൺപോളകൾ അന്യവസ്തുക്കൾ കണ്ണിലേക്ക് പ്രവേശിക്കാതെ തടയുന്നു.
കൺജങ്ക്റ്റേവ ഉൽപ്പാദിപ്പിക്കുന്ന ശ്ലേഷ്മം നേത്രഗോളത്തിൻ്റെ മുൻഭാഗം വരണ്ടു പോകാതെ സംരക്ഷിക്കുന്നു. കണ്ണുനീർ കണ്ണിൻ്റെ മുൻഭാഗത്തെ വൃത്തിയാക്കുകയും നനവുള്ളതാക്കി നിർത്തുകയും ചെയ്യുന്നു. കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന ലൈസോസൈം എന്ന എൻസൈം രോഗാണുക്കളെ നശിപ്പിക്കുന്നു. The eyeballs are placed in the depressions in the skull called eye socket. The external eye muscles fix the eyeballs in the orbit. The eyebrow helps to move wetness from sweat and rain away from the eyes. The eyelashes helps keeping away airborne dirt, dust, lint and other debris from reaching the delicate eye tissues. The eyelids protect the eye and keep out of the foreign bodies. The conjunctiva secretes mucus which protects the anterior portion of the eyeball from being dry. The tears clean and lubricate the anterior part of the eyeball. Lysozyme, the enzyme present in tears, destroys germs that enter the eyes. ഇനി നമുക്ക് നേത്രഗോളത്തിൻ്റെ ഭാഗങ്ങൾ അഥവാ പാർട്സ് ഓഫ് ഐബാൾ ഒന്ന് പരിശോധിക്കാം. നേത്രഗോളത്തിന് 3 പാളികൾ അഥവാ ലെയറുകളുണ്ട്. ഒന്നാമതായി ഏറ്റവും പുറമേ കാണപ്പെടുന്ന ദൃഢപടലം അഥവാ സ്ക്ലീറ. Sclera, the white outer layer which gives firmness to the eye, made up of connective tissues. ദൃഢപടലം, കണ്ണിന് ദൃഢത നൽകുന്ന വെളുത്ത നിറമുള്ള ബാഹ്യപാളി, യോജകകലയാൽ നിർമ്മിതം. രണ്ടാമതായി ദൃഢപടലത്തിന് ഉള്ളിലായി കാണപ്പെടുന്ന രക്തപടലം അഥവാ കൊറോയിഡ്. Choroid, the middle layer which contains a large number of blood vessels. രക്തപടലം, ധാരാളം രക്തക്കുഴലുകൾ കാണപ്പെടുന്ന മധ്യപാളി. മൂന്നാമതായി ഏറ്റവും ഉള്ളിലായി കാണപ്പെടുന്ന റെറ്റിന അഥവാ ദൃഷ്ടിപടലം. റെറ്റിന, the inner layer which has photoreceptors. റെറ്റിന, പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തരപാളി. ഇനി നമുക്ക് കണ്ണിൻ്റെ മറ്റു ഭാഗങ്ങൾ പരിശോധിക്കാം. ആദ്യമായി കോർണിയ. കോർണിയ, the projected transparent anterior part of the sclera which refracts light rays to focus on the retina. കോർണിയ, ദൃഢപടലത്തിൻ്റെ മുൻഭാഗത്തുള്ള സുതാര്യവും മുന്നോട്ട് തള്ളിയതുമായ ഭാഗം, പ്രകാശരശ്മികളെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്നു. അടുത്ത ഭാഗം കൺജങ്ക്റ്റൈവ. Conjunctiva, the layer which covers and protects the front part of the sclera except the cornea. Conjunctiva, ദൃഢപടലത്തിൻ്റെ മുൻവശത്ത് കോർണിയ ഒഴികെയുള്ള ഭാഗങ്ങളെ ആവരണം ചെയ്ത് സംരക്ഷിക്കുന്ന സ്ഥലം. ഇതിനെ നേത്രാവരണം എന്നും പറയാറുണ്ട്. ദൃഢപടലവുമായി ബന്ധപ്പെട്ട കണ്ണിൻ്റെ ഭാഗങ്ങൾ കഴിഞ്ഞു. ഇനി രക്തപടലവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളാണുള്ളത്. ആദ്യമായി ഐറിസ്. Iris, the part of the choroid seen behind the cornea. Presence of the pigment melanin gives the iris a dark color. Iris, കോർണിയയുടെ പിൻഭാഗത്തായി കാണപ്പെടുന്ന രക്തപടലത്തിൻ്റെ ഭാഗം. മെലാനിൻ എന്ന വർണ്ണവസ്തുവിൻ്റെ സാന്നിധ്യം ഇരുണ്ട നിറം നൽകുന്നു. അടുത്ത ഭാഗം പ്യൂപ്പിൾ അഥവാ കൃഷ്ണമണി. Pupil, the aperture seen at the center of the iris. The size of this aperture increases and decreases depending on the intensity of the light. Pupil, ഐറിസിൻ്റെ മധ്യഭാഗത്തുള്ള സുഷിരം. പ്രകാശ തീവ്രതയ്ക്കനുസരിച്ച് ഇതിൻ്റെ വലിപ്പം ക്രമീകരിക്കപ്പെടുന്നു. അടുത്തത് ലെൻസ്. ലെൻസ്, ഇലാസ്റ്റിക് ട്രാൻസ്പെറൻറ്റ് കോൺവെക്സ് ലെൻസ് കണക്റ്റഡ് ടു ciliary muscles by thread-like ligaments. ലെൻസ്, സുതാര്യവും ഇലാസ്തികതയുള്ളതുമായ കോൺവെക്സ് ലെൻസ്, സ്നായുക്കൾ എന്ന ചരടുകൾ വഴി സീലിയറി പേശികളുമായി ബന്ധിച്ചിരിക്കുന്നു.
അടുത്തത് സീലിയറി പേശികൾ. Ciliary muscles. Circular muscles seen around the lens. The contraction and relaxation of these muscles alter the curvature of lens. സീലിയറി പേശികൾ ലെൻസിന് ചുറ്റിയുള്ള വൃത്താകൃതിയിലുള്ള പേശികൾ. ഇവയുടെ സങ്കോചവും വിശ്രമാവസ്ഥ പ്രാപിക്കലും ലെൻസിൻ്റെ വക്രത ക്രമീകരിക്കുന്നു. ഇതോടെ കൊറോയിഡ് അഥവാ രക്തപടലത്തിലുള്ള കണ്ണിൻ്റെ ഭാഗങ്ങൾ അവസാനിച്ചിരിക്കുന്നു. ഇനി റെറ്റിനയിലുള്ള ഭാഗങ്ങളെ പരിചയപ്പെടാം. ആദ്യമായി പീതബിന്ദു അഥവാ യെല്ലോ സ്പോട്ട്. യെല്ലോ സ്പോട്ട്, ദ പാർട്ട് ഓഫ് ദ റെറ്റിന വെയർ പ്ലെൻറ്റി ഓഫ് ഫോട്ടോ റിസെപ്റ്റേഴ്സ് ആർ പ്രസൻറ്റ്. ഇറ്റ് ഈസ് ദ പോയിന്റ് ഓഫ് മാക്സിമം വിഷ്വൽ ക്ലാരിറ്റി. പീതബിന്ദു, റെറ്റിനയിൽ പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗം. പ്രതിബിംബത്തിന് ഏറ്റവും തെളിമയുള്ളത് ഇവിടെയാണ്. അടുത്ത ഭാഗം അന്ധബിന്ദു അഥവാ ബ്ലൈൻഡ് സ്പോട്ട്. ബ്ലൈൻഡ് സ്പോട്ട്, ദ പാർട്ട് ഓഫ് ദ റെറ്റിന ഫ്രം വെയർ ദ ഒപ്റ്റിക് നെർവ് ബിഗിൻസ്. ഹിയർ ദർ ഇസ് നോ വിഷൻ ആസ് ഫോട്ടോറിസെപ്റ്റേഴ്സ് ആർ ആബ്സെൻറ്റ്. അന്ധബിന്ദു, റെറ്റിനയിൽ നിന്ന് നേത്രനാഡി ആരംഭിക്കുന്ന ഭാഗം. ഇവിടെ പ്രകാശഗ്രാഹികളില്ലാത്തതിനാൽ കാഴ്ചയില്ല. അടുത്ത ഭാഗം നേത്രനാഡി അഥവാ ഒപ്റ്റിക് നെർവ്. Optic nerve transmits impulses from photoreceptors to the visual center in the brain. നേത്രനാഡി, പ്രകാശഗ്രാഹി കോശങ്ങളിൽ നിന്നുള്ള ആവയവങ്ങളെ മസ്തിഷ്കത്തിലെ കാഴ്ചയുടെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഈ ചിത്രത്തിൽ കണ്ണിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ കണ്ണിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കണ്ണിനെ പറ്റി കുറച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരെ ബൈ.